ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ കാൽക്കുലസിൽ മാർജിനൽ ഫംഗ്ഷനെ പറ്റി പഠിക്കുന്നുണ്ട്. മാർജിനൽ ഫംഗ്ഷൻ. അപ്പോൾ ഈ മാർജിനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാർജിനൽ യൂണിറ്റ് എന്തായിരിക്കും? മാർജിനൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രൊഡക്റ്റ് ചെയ്യുന്ന യൂണിറ്റിനോട് കൂടി ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെയാണ് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മാർജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാവാം? 1 എണ്ണാവാം, 10 എണ്ണാവാം, 100 എണ്ണാവാം, 1000 എണ്ണാവാം. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു വർക്ക്ഷോപ്പ് വലിയൊരു പ്ലാന്റ് ഉണ്ട്, മാരുതി കാർ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ്. അതിൽ ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ എന്തായിരിക്കും അർത്ഥം? അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 100 കാറുകളായിരിക്കും, ചിലപ്പോൾ 1000 കാറുകളായിരിക്കും. ഒരു വർഷം ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 10 യൂണിറ്റ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു. മാരുതി കാറിൻ്റെ നിർമ്മാണം, നിങ്ങളെ പത്രത്തിൽ വെച്ചിട്ടുണ്ടാകും, മാരുതി കാറിൻ്റെ നിർമ്മാണം ഒരു വർഷം 10 യൂണിറ്റ് വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ 10 എണ്ണം വർദ്ധിപ്പിച്ചു എന്നല്ല അർത്ഥം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാവാം? 10 എണ്ണാവാം, 100 എണ്ണാവാം, 1000 എണ്ണാവാം. ഇപ്പോൾ നമുക്കറിയാം ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ പറയുമ്പോൾ ഒരു യൂണിറ്റ് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ ആവാം, 10 സെൻറ്റിമീറ്റർ ആവാം, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനെയാണ് മാർജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷനിലെല്ലാം മാർജിനൽ ഫങ്ഷൻസ് നമ്മൾ പഠിക്കാറുണ്ട്. മാർജിനൽ ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട്. അത് എന്താണ്? കോസ്റ്റ് ഫങ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഫങ്ഷൻ കാണാൻ പഠിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ഫങ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാർജിനൽ പ്രോഫിറ്റ് ഫങ്ഷൻ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റവന്യൂ ഫങ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാർജിനൽ റവന്യൂ ഫങ്ഷൻ കാണാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കോസ്റ്റ് ഫങ്ഷൻ തന്നിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഫങ്ഷൻ എങ്ങനെ കാണുന്നത്? കോസ്റ്റ് ഫങ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും അല്ലേ? ഏത് വേരിയബിളിലാണ് കോസ്റ്റ് ഫങ്ഷൻ തന്നത് ആ വേരിയബിളിനെ അടിസ്ഥാനപ്പെടുത്തി, അതായത് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ വി ഡിഫറൻഷ്യേറ്റ് ദ ഫങ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ. ഇപ്പോൾ റവന്യൂ ഫങ്ഷൻ എക്സിൽ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ RX എന്നാണ് പറയുന്നത്. RX റവന്യൂ ഫങ്ഷൻ. എക്സിലുള്ള ഒരു റവന്യൂ ഫങ്ഷന് RX എന്ന് പറയും. പിയിലുള്ള ഒരു റവന്യൂ ഫങ്ഷനാണെങ്കിൽ RP. ക്യൂവിലുള്ള ഒരു റവന്യൂ ഫങ്ഷന് RQ. ബ്രാക്കറ്റിലാണ് എഴുതുന്നത്, എക്സ് ബ്രാക്കറ്റിൽ പി ബ്രാക്കറ്റിൽ ക്യൂ. അപ്പോൾ ഏത് വേരിയബിളാണോ തന്നിട്ടുള്ളത് ആ വേരിയബിളിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വി ഡിഫറൻഷ്യേറ്റ് ദ ഗിവൺ ഫങ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ given. If RX is a revenue function, then marginal function is obtained by differentiating RX with respect to X, that is d by dx of RX. സാധാരണയായിട്ട് RX എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നേ പറയാറുള്ളൂ, വേരിയബിളിനെ പറയല്ല. എന്ന് പറഞ്ഞാൽ അത് ഏത് വേരിയബിളാണ് തന്നിട്ടുള്ളത് ആ വേരിയബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ RX തന്നിട്ടുണ്ട്, d by dx of RX എന്ന് പറയുന്നത് എന്തായിരിക്കും? മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ ആയിരിക്കും. അതേപോലെ കോസ്റ്റ് ഫംഗ്ഷൻ പിയിൽ തന്നിട്ടുണ്ട് കേൾക്കാം, CP. അപ്പോൾ എന്ത് ചെയ്യണം? d by dx അല്ല, d by dp ആണ്. അതായത് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്റ്റ് പി. ഏത് വേരിയബിളാണോ തന്നിട്ടുള്ളത് ആ വേരിയബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബന്ധപ്പെട്ട മാർജിനൽ ഫംഗ്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് കോസ്റ്റ് ഫംഗ്ഷനാണ്. കോസ്റ്റ് ഫംഗ്ഷൻ, മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ കാണുന്നത്? അതും അങ്ങനെ തന്നെയാണ്. d by dx of CX. എക്സിൽ തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഫംഗ്ഷൻ എക്സിൽ തന്നിട്ടുണ്ടെങ്കിൽ CX എന്നാണ് പറയുന്നത്. അപ്പോൾ d by dx of CX ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ. പ്രോഫിറ്റ് ഫംഗ്ഷന് ക്യൂവിൽ തന്നിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ P of Q തന്നിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ എന്താണ്? d by d of PQ ഈസ് ഒബ്റ്റെയിൻഡ് അല്ലേ? ബൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? d by dp of PQ ഈക്വൽ ടു മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ പ്രോഫിറ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷനും, കോസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷനും, പിന്നെ റവന്യൂ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മാർജിനൽ റവന്യൂ ഫംഗ്ഷനും കിട്ടും. അതേപോലെ തന്നെയാണ് നമുക്ക് മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നാൽ റവന്യൂ ഫംഗ്ഷൻ കാണുന്നത് എങ്ങനെ?
അത് മാർജിനൽ റവന്യൂ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡിഫറൻസിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും. ഏത് വേരിയബിളാണോ തന്നിട്ടുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇഫ് ആർ എക്സ് ഈസ് എം ആർ എക്സ് അല്ലെങ്കിൽ എം ആർ പറയാറുള്ളൂ, എക്സ് എന്ന വേരിയബിളിനെ പറയാറില്ല. ഇഫ് എം ആർ ഈസ് മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ then revenue function is integral of mr x dx. If cx is cost function, if mcx is marginal cost function, then integral of mcx is cost function. അതേപോലെ തന്നെയാണ് പ്രോഫിറ്റ് ഫംഗ്ഷനും കാണുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഇത് വിശദീകരിക്കാം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോൾ, അതായത് ഡിഫറൻസിയേഷൻ dy ബൈ ഡി എക്സ്, അതേപോലെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമുക്ക് മാർജിനൽ ഫങ്ഷൻസ് എന്തെന്ന് നോക്കാം. ഒരു പ്രോഡക്റ്റ് ഫങ്ഷന് മാർജിനൽ ഫങ്ഷൻ ആകുന്നത് ഇതിലെ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന യൂണിറ്റിനെയാണ് പറയുന്നത് മാർജിനൽ യൂണിറ്റ്. സോ മാർജിനൽ യൂണിറ്റ് ഈസ് ദ യൂണിറ്റ് വിച്ച് എ കമ്പനി പ്രൊഡ്യൂസസ് അഡീഷണൽ യൂണിറ്റ്. അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കുന്ന ഇതിനെയാണ് മാർജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു കാർ കമ്പനി മാരുതി കാർ കമ്പനി ഒരു വർഷം 10 യൂണിറ്റ് കാറുകൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ മാർജിനൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റാണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാവാം? 100 കാറുകളാവാം, 10 കാറുകളാവാം, 1000 കാറുകളാവാം. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ആ അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് മാർജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർജിനൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റവന്യൂ, അതാണ് മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ. അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്, മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഇനി ഉദാഹരണത്തിന് ഒരു റവന്യൂ ഫംഗ്ഷൻ നമുക്ക് തരുന്നത് കേൾക്കാം. ഹിയർ ദ റവന്യൂ ഫംഗ്ഷൻ ആർ എക്സ് ഈക്വൽ ടു 22x മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സിലുള്ള ഒരു റവന്യൂ ഫംഗ്ഷനാണ് ഇത്. അത് ആർ എന്ന് മാത്രമേ എഴുതിയാലും മതി. ആർ ഈക്വൽ ടു 22x മൈനസ് എക്സ് സ്ക്വയർ. ഇത് എക്സിലുള്ള ഒരു റവന്യൂ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ആർ എക്സ് എന്ന് എഴുതുന്നത്. അതൊരു കോസ്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതും? സി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതും. പ്രോഫിറ്റ് ഫംഗ്ഷൻ എക്സിലുള്ളതാണെങ്കിൽ പി ഓഫ് എക്സ് എന്ന് എഴുതും. അപ്പോൾ ഇതിന്റെ മാർജിനൽ ഫംഗ്ഷൻ എങ്ങനെ കാണുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർജിനൽ ഫംഗ്ഷൻ കാണുന്നത്, ഒരു റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാർജിനൽ ഫംഗ്ഷൻ കാണണമെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഹിയർ ഗിവൺ വേരിയബിൾ ഈസ് എക്സ്. സോ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ റവന്യൂ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ഏത് വേരിയബിളിലാണോ നമ്മളെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഇത് പിയിലാണ് തന്നിട്ടുണ്ടെങ്കിൽ ആർ ഓഫ് പി തന്നാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ കാണേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് ആർ എക്സ് ആണ്. പിയിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡി ബൈ ഡി പി ഓഫ് ആർ പി കാണണം. എസിൽ തന്നിട്ടുണ്ടെങ്കിൽ ആർ എസ് തന്നിട്ടുണ്ടെങ്കിൽ ഡി ബൈ ഡി എസ് ഓഫ് ആർ കാണണം. പിന്നെ എൽ അല്ലെങ്കിൽ എമ്മിൽ തന്നിട്ടുണ്ടെങ്കിൽ ആർ എം തന്നിട്ടുണ്ടെങ്കിൽ എമ്മിലായിരിക്കും വേരിയബിൾ. അപ്പോൾ ഡി ബൈ ഡി എം ഓഫ് ആർ എം. ഇവിടെ നമുക്ക് കാണേണ്ടത് വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഡിഫറൻഷിയേറ്റ് കാണുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ആർ എക്സ്. വാട്ട് ഈസ് ഇറ്റ്? 22xന്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് 22 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 2x. ഇതാണ് മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ. അപ്പൊ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ കാണുന്നത് എങ്ങനെയാണ്? മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ കാണുന്നത് ഡിഫറൻഷിയേറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ. വേരിയബിളിനെ പറയാൻ പറ്റൂ. എക്സിൽ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ്. ഇത് എക്സിൽ തരണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കെ എസ് ഈക്വൽ ടു, ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് പ്രോഫിറ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. പ്രോഫിറ്റ് ഫംഗ്ഷൻ
ഇത് പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. പ്രോഫിറ്റ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? പി ആണ്, പി എഫ് എസ്. ഇത് പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. പ്രോഫിറ്റ് ഫംഗ്ഷൻ 71s മൈനസ് 2s⁻3 അല്ലെങ്കിൽ 2 അവിടെ കൺഫ്യൂഷൻ ആക്കുന്നതുകൊണ്ട് നമുക്ക് 2ന് പകരം വേറെ കോൺസ്റ്റന്റ് കൊടുക്കാം. 4s⁻3. സപ്പോസ് ദിസ് ഈസ് പ്രോഫിറ്റ് ഫംഗ്ഷൻ. എസ്സിലുള്ള ഒരു പ്രോഫിറ്റ് ഫംഗ്ഷനാണ്. മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ എങ്ങനെ കാണുന്നത് ഒന്ന് പറഞ്ഞു എല്ലാവരും. നേരത്തെ എക്സിലുള്ള ഒരു റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടാകുമ്പോൾ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിച്ചത്? മാർജിനൽ റവന്യൂ ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന അക്ഷരം MR ആണ്. MR ദിസ് ഈസ് ഈക്വൽ ടു MR അല്ലെങ്കിൽ MRX എന്ന് പറയും. എക്സ് ഉള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് MRX എന്ന്. അപ്പോൾ MR ആണ്. അപ്പോൾ മാർജിനൽ ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ മാർജിനൽ ഫംഗ്ഷൻ പ്രോഫിറ്റ് ഫംഗ്ഷൻ എങ്ങനെ കാണുന്നത്? മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷനെ എങ്ങനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ്? MP. എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ d/ds ആണ്. എന്തുകൊണ്ടാണ് d/ds ആയത്? എസ്സിൽ ഒരു വേരിയബിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എസ്. സോ d/ds ഓഫ് ദിസ് PS അതെന്തായിരിക്കും? 71ന്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് വിത്ത് റെസ്പെക്ട് ടു എസ് ദാറ്റ് ഈസ് 71 മൈനസ് 4s³ 4 is constant. What is the differential coefficient of s³? 3s². Then what we will get? Marginal profit function എന്ന് പറയുന്നത് 71 minus 4 into 3 12s². This is the marginal profit function. MP വേണമെങ്കിൽ വേരിയബിളിനും കൂടി ചേർക്കാം. MPS. അപ്പോൾ പ്രോഫിറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. റവന്യൂ ഫംഗ്ഷൻ കിട്ടി, പ്രോഫിറ്റ് ഫംഗ്ഷൻ തന്നാൽ മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ. ഇനി കോസ്റ്റ് ഫംഗ്ഷൻ തരുന്ന കേൾക്കാം C. അത് എന്നിൽ തരുന്നതായിരിക്കുള്ളൂ. കോസ്റ്റ് ഫംഗ്ഷൻ എന്നിൽ തരുന്നത്. CN ഈക്വൽ ടു 7n² മൈനസ് 2n പ്ലസ് 6. ഇത് ഒരു എന്നിലുള്ള കോസ്റ്റ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് ഇത് വേരിയബിൾ എന്താണ്? n. അപ്പോൾ d/dn ഓഫ് CN. ഇതാണ് എന്താണ്? മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ d/dx ഓഫ് CN എന്തായിരിക്കും? ഇത് 7 into n² ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് വിത്ത് റെസ്പെക്ട് ടു n ദാറ്റ് ഈസ് 2n മൈനസ് 2n ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് 2 പ്ലസ് 6 അതായത് കോൺസ്റ്റന്റിന്റെ 0. അപ്പോൾ എന്തായിട്ട് മാറും? ഇത് 7 into 2 എത്രയാണ്? 14n മൈനസ് 2. ഇതെന്താണ്? ഇതാണ് മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ. മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ സൂചിപ്പിക്കുന്നത്? MC. ഇവിടെ എന്നിലുള്ള വേരിയബിൾ ആയതുകൊണ്ട് MCN. സാധാരണയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എക്സിലുള്ള വേരിയബിളാണ്. അത് XLN ആണെന്ന് നിർബന്ധമൊന്നുമില്ല. RX എന്ന് പറഞ്ഞാൽ റവന്യൂ ഫംഗ്ഷനാണ്, CX പറഞ്ഞാൽ കോസ്റ്റ് ഫംഗ്ഷനാണ്, PX പറഞ്ഞാൽ പ്രോഫിറ്റ് ഫംഗ്ഷനാണ് എന്നാണ് നിങ്ങൾക്ക് പൊതുവെ പറയാറുള്ളത്. പക്ഷെ അത് എക്സലാണെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ മാർജിനൽ ഫംഗ്ഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? മാർജിനൽ ഫംഗ്ഷൻ കിട്ടും. ഇത് മാർജിനൽ ഫംഗ്ഷൻ കാണുന്നതിൻ്റെ മെത്തേഡാണ്. ഇനി മാർജിനൽ ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വിചാരിക്കാം. മാർജിനൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ. ഇവിടെ മാർജിനൽ ഫംഗ്ഷൻ ഈക്വൽ ടു മാർജിനൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. x² മൈനസ് 6x മാർജിനൽ ഫംഗ്ഷൻ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് തന്നത്? MCX തന്നിട്ടുണ്ട്. MCX ഈക്വൽ ടു എന്താണ്? 5x² മൈനസ് 6x പ്ലസ് 8. അപ്പോൾ നേരത്തെ നമുക്ക് മാർജിനൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചത്. ഇപ്പോൾ മാർജിനൽ ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ മാർജിനൽ ഫംഗ്ഷൻ തന്നാൽ
അതായത് ഈ മാർജിനൽ ഇവിടെ കോസ്റ്റ് ഫംഗ്ഷൻ, മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നാൽ നമ്മൾക്ക് കോസ്റ്റ് ഫംഗ്ഷൻ കാണുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഫംഗ്ഷൻ കാണണമെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. മാർജിനൽ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ കാണുന്നത്? കോസ്റ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ സി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എം സി എക്സ് ഡി എക്സ്, അല്ലെങ്കിൽ എം സി ഡി എക്സ്. എക്സ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ കോസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ തന്നെ റവന്യൂ ഫംഗ്ഷൻ, മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ റവന്യൂ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതേപോലെ പ്രോഫിറ്റ് ഫംഗ്ഷൻ, മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ കാണുന്ന അങ്ങനെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതിനാണ്. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് നോക്കാം. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് 5x² മൈനസ് 6x പ്ലസ് 8 dx. അപ്പോൾ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് 5x², ഓ ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 5x², ഇൻ്റഗ്രൽ ഓഫ് 5x² മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 5x² dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 6x dx മൈനസ് പ്ലസ് 8 ഇൻ്റഗ്രൽ ഓഫ് 8 dx. ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ. ടേം ബൈ ടേം ആകുമ്പോൾ 5 ഇൻറ്റു x² ഇൻ്റഗ്രൽ എന്തായിരിക്കും? x³ by 3 പ്ലസ് മൈനസ് 6 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് x, ദാറ്റ് ഈസ് x² by 2 പ്ലസ് 8 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1 dx, ദാറ്റ് ഈസ് x. അപ്പോൾ എന്തായിരിക്കും ഇത്? 5x³ by 3 മൈനസ് 6 by 2, ദാറ്റ് ഈസ് 3x² പ്ലസ് 8x. ഇതാണ് എന്തെന്ന്? പ്ലസ് സി ചേർക്കണം. ഇതാണ് കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ കോസ്റ്റ് ഫംഗ്ഷൻ. ഇനി റവന്യൂ ഫംഗ്ഷൻ തന്നിട്ട്, മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് വിചാരിക്കാം. എം ആർ എക്സ് തന്നിട്ടുണ്ട് നോക്കാം വിചാരിക്കാം. MRX equal to 7x minus 2 ഇങ്ങനെ തന്നിട്ടുണ്ട് വിചാരിക്കാം. How we will find revenue function, total revenue function. മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നാൽ റവന്യൂ ഫംഗ്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ കാണുന്ന അങ്ങനെ റവന്യൂ ഫംഗ്ഷൻ ഈസ് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓഫ് 7x minus 2 dx. അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? മാർജിനൽ ഫംഗ്ഷൻ കാണാൻ വേണ്ടി. അതിന്റെ റിവേഴ്സ് പ്രോസസ്സാണ് റവന്യൂ ഫംഗ്ഷൻ. മാർജിനൽ ഫംഗ്ഷൻ തന്നിട്ട് റവന്യൂ ഫംഗ്ഷൻ കാണുന്നത്, മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നിട്ട് റവന്യൂ ഫംഗ്ഷൻ കാണുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതെന്തായിട്ട് മാറും? ഇന്റഗ്രൽ ഓഫ് 7x dx മൈനസ് ഇന്റഗ്രൽ ഓഫ് 2 dx. അപ്പോൾ എന്ത് കിട്ടും? 7 ഇൻറ്റു എക്സിന്റെ x² by 2 മൈനസ് 2 into integral of 1 dx, that is x, that is 7x² by 2 minus 2x എന്ന് കിട്ടും. ഇതാണ് എന്താണ്? റവന്യൂ ഫംഗ്ഷൻ. ഇതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഫംഗ്ഷന് കാണാം. മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ തന്നിട്ട് പ്രോഫിറ്റ് ഫംഗ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചെന്താണെന്ന് പറഞ്ഞാൽ റവന്യൂ ഫംഗ്ഷൻ കാണണമെങ്കിൽ, റവന്യൂ ഫംഗ്ഷൻ തന്നാൽ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ എങ്ങനെയാണ് കാണുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ റവന്യൂ ഫംഗ്ഷൻ എങ്ങനെയാണ് കാണുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് RX ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് MRX dx. അതേപോലെ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ കാണുന്നത്? ഇന്റഗ്രൽ ഓഫ് CX dx, MCX dx. പ്രോഫിറ്റ് ഫംഗ്ഷൻ എങ്ങനെ കാണുന്നത്? PX ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ MPX dx. ഇതാണ് മാർജിനൽ ഫംഗ്ഷൻ തന്നാൽ
റവന്യൂ ഫംഗ്ഷൻ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നാൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ റവന്യൂ ഫംഗ്ഷൻ കിട്ടും. മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നാൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കോസ്റ്റ് ഫംഗ്ഷൻ കിട്ടും. മാർജിനൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ തന്നാൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ കിട്ടും. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതൊന്ന് ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് സമ്മറൈസ് ചെയ്താൽ അതെന്തായിരിക്കും? അതായത് marginal function, if cx is the cost function, then d by dx of cx is the marginal function. അതായത് കോസ്റ്റ് ഫംഗ്ഷൻ cx ആണെങ്കിൽ മാർജിനൽ ഫംഗ്ഷൻ കിട്ടുന്ന എങ്ങനെ? അതിന്റെ d by dx കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ വിത്ത് റെസ്പെക്ട് to x എന്ന് പറഞ്ഞത് വേരിയബിൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സിലായതുകൊണ്ടാണ്. അടുത്തത്, if rx is the revenue function, then d by dx of rx is the marginal revenue function. If px is the profit function, then d by dx of px is marginal profit function. അതായത് മാർജിനൽ ഫംഗ്ഷൻ കാണണമെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൺ വേരിയബിൾ. ഇനി ടോട്ടൽ ഫംഗ്ഷൻ കാണുന്നത് എങ്ങനെ? MRX is the margin. If MRX is the marginal revenue function, then integral of MRX dx equal to total revenue function. അതായത് മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നാൽ റവന്യൂ ഫംഗ്ഷൻ കാണുന്ന എങ്ങനെ? ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതേപോലെ MCX എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ കോസ്റ്റ് ഫംഗ്ഷൻ കാണുന്ന എങ്ങനെ? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ ഓഫ് MCX dx is ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ. അതേപോലെ MPX പ്രോഫിറ്റ് ഫംഗ്ഷന്റെ മാർജിനൽ ഫംഗ്ഷൻ ആണെങ്കിൽ ആ പ്രോഫിറ്റ് ഫംഗ്ഷൻ കാണുന്ന എങ്ങനെ? ഇന്റഗ്രൽ ഓഫ് MPX ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഫംഗ്ഷൻ. ഇത്രയാണ് ഓർത്തിരിക്കാനുള്ളത്. അതായത് മാർജിനൽ ഫംഗ്ഷൻ കാണണമെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി മാർജിനൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ മാർജിനൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ കാണുന്നത് എങ്ങനെയാണ്? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ റവന്യൂ ഫംഗ്ഷൻ കാണണമെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് മാർജിനൽ ഫംഗ്ഷനും തമ്മിൽ ഡിഫറൻസ് റെസിപ്രോക്കൽ ആയിട്ടുള്ള ഇത് വർക്കാണ് വേണ്ടത്. മാർജിനൽ ഫംഗ്ഷൻ കാണണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, യഥാർത്ഥ ഫംഗ്ഷൻ കാണണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഡിഫറൻസിയേഷന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള വർക്കാണ്, പ്രവർത്തനമാണ് എന്താണ്? ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.